നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഘടോപനിഷത്ത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസാന ഭാഗമാണ് എപ്പിസോഡ് 30. ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സ് ശ്രേഷ്ഠമാകുന്നു, മനസ്സിനേക്കാൾ ബുദ്ധി ഉത്തമമാകുന്നു, ബുദ്ധിയേക്കാൾ ആത്മാവ് മഹത്താണ്, മഹത്തായ ഹിരണ്യഗർഭനേക്കാൾ മൂലപ്രകൃതി ഉത്തമമാകുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സ് ശ്രേഷ്ഠം. അപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ മുമ്പിൽ വലിയൊരു വസ്തുണ്ട്, നമ്മുടെ ശരീരം. അത് കഴിഞ്ഞാലാണ് പിന്നെ ശരീരത്തിന് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയത്തിനെയൊക്കെ ഒന്ന് നമ്മളെ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്, ആവശ്യമാണെന്ന് പല പുരാണങ്ങളും എല്ലാം പറയുന്നുണ്ട്, ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ട്. അതിനെ നിയന്ത്രിച്ച് നിർത്താൻ ആരെ കൊണ്ടാവും? മനസ്സിനെ കൊണ്ടാവും. ഇനി മനസ്സും ഇത്തിരി കൈവിട്ടാൽ അതിനെ നിയന്ത്രിക്കാൻ ആരെ കൊണ്ടാവും? അതിൻ്റെ മുകളിലുള്ള ബുദ്ധിയെ കൊണ്ടാകും കേട്ടോ. ആ ബുദ്ധിയേക്കാളും മഹത്താണ് ആത്മാവ്. അതിന് മഹത്തായ ഹിരണ്യഗർഭനേക്കാൾ മൂലപ്രകൃതി ഉത്തമമാകുന്നു. ഇനി വ്യാപകവും പ്രത്യേകം ലക്ഷണമൊന്നുമില്ലാത്തതുമായ പുരുഷൻ അവ്യക്തത്തെക്കാൾ ശ്രേഷ്ഠമാകുന്നു. യാതൊന്നിനെ അറിഞ്ഞ് ജീവി മുക്തനായി തീരുന്നു, മരണമില്ലാത്ത അവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നു. പരമാത്മാവിനെ, ബ്രഹ്മത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരണമില്ലാത്ത അവസ്ഥ പ്രാപിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഈ പുരുഷന്റെ സ്വരൂപം ദർശന വിഷയത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല. ആരും ഇവനെ കണ്ണുകൊണ്ടും കാണുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധി കൊണ്ട് മനനം ചെയ്ത് പ്രകാശിപ്പിക്കപ്പെട്ടവനായാണ് ഭവിക്കുന്നത്. വ്യാപർ ചിലർ ഇതിനെ അറിയുന്നു, അവർ മരണമില്ലാത്തവരായി ഭവിക്കുന്നു. അപ്പൊ ഇതിനെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അറിയാൻ കഴിയില്ല. അതിനെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധി കൊണ്ട് മനനം ചെയ്താണ് നമ്മളതിനെ പ്രകാശിപ്പിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിനെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ മരണമില്ലാത്തവരായി ഭവിക്കും എന്നാണ് പറയുന്നത്. മരണം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മരണം ഉണ്ടാവും, പക്ഷെ അതിൻ്റെ അതീതമായ ഒരവസ്ഥ അവർക്ക് എത്താൻ കഴിയും. എപ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സോടുകൂടി നിശ്ചലമായി നിലകൊള്ളുന്നു, ബുദ്ധിയും പ്രവർത്തിക്കുന്നില്ല, അതിനെ പരമമായ ഗതി എന്ന് പറയുന്നു. അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും സ്വന്തം വ്യാപാരങ്ങളിൽ നിന്ന് നിവൃത്തമായി നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥയാണ് ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനം. സ്ഥിരമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്ന അവസ്ഥയാകുന്നു യോഗം. അപ്പോൾ മനുഷ്യൻ പ്രമാദരഹിതരാകണം. കാരണം യോഗത്തിന് ഉൽപ്പത്തിയും നാശവും ഉണ്ട്. ആത്മാവിനെ വാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രാപിക്കാൻ സാധ്യമാകുന്നതല്ല. യഥാർത്ഥ വിജ്ഞാനിക്ക് മാത്രമേ അതിനെ അറിയാൻ കഴിയുകയുള്ളൂ. ഇവിടെയും പറയണം, ആത്മാവിന് നമുക്ക് വാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും പ്രാപിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞു, മനസ്സിനെ നിയന്ത്രിക്കുന്ന ബുദ്ധി കൊണ്ട് മനനം ചെയ്തിട്ട് വേണമെന്ന് പ്രാപിക്കുന്നത്. ഇവിടെ യഥാർത്ഥ വിജ്ഞാനികൾക്ക് മാത്രമേ വിജ്ഞാനം. ആർക്കാണ് ഈ വിജ്ഞാനം? കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമുഖത്തുള്ളതിൽ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമേ. അതിന് എന്ത് തന്നെയായാലും നമ്മൾ എന്ത് സാധനയും മറ്റൊക്കെ ചെയ്താലും ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ സാധ്യമാവുകയുള്ളൂ. നമസ്കാരം. അടുത്തത് നാളെ.